എങ്ങനെയാണ് വെന്തത് എന്ന് നോക്കാം. അയ്യാടാ പിച്ചി വരുന്നടാ മോനെ. ഈ കറിവേപ്പിലയും ഇതും കഴിച്ചു നോക്കട്ടെ. പരമാനന്ദം. ദൈവസത്യം ഭൂമിയിലെ ഏറ്റവും ടേസ്റ്റുകളിൽ ഒന്നായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നു. ഭൂമിയിലെ സ്വർഗ്ഗം ഇവിടെയാണ്. ഭൂമിയിലെ സ്വർഗ്ഗം ഇവിടെയാണ്. അപ്പോൾ ഇതേ കണക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കണേ. എനിക്ക് ചുമ വരുന്നതാണ്, അലറുന്നതല്ല. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. എന്താണ് നമ്മുടെ ഈ ഒരു സംഭവം എന്നറിയണ്ടേ? ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇന്ന് ഇലക്ഷൻ്റെ ഇത് വന്നതല്ലേ, അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുകയാണേ. വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളു. 2 ഏലക്കയും ഇട്ടു. നല്ലൊരു മസാല ഉണ്ടാക്കാനായിട്ടാണ്. നമ്മളിനി അതിലേക്ക് ഇടുന്നത് വറ്റൽമുളക് ചതച്ചതും മുട്ടയുമാണ്. ഒരു മുട്ട ഫുൾ ഒഴിച്ച് കൊടുത്തു. ഇനി വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ചതച്ചത് ഇപ്പം ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അല്ല പിന്നെ ഇട്ടാലും മതി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിലേ പോയത് കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 3/4 സ്പൂൺ ഗരം മസാലയൊക്കെ ഇട്ടു. ആദ്യം നമുക്ക് വറ്റൽമുളക് ഇവിടെ വേണമെങ്കിൽ വെക്കാമായിരുന്നു. മുളക് പൊടി അരച്ചാൽ മതിയായിരുന്നു. എൻ്റെ റിലേ പോയതുകൊണ്ടാണ്. തിരിച്ച് നിങ്ങൾ ചെയ്തോ. ഉപ്പ് ഇട്ട് കൊടുത്തു. ഇത് അരച്ചുകൊണ്ട് നമ്മുടെ മസാല ചേർത്തു. ഈ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മസാല തന്നെയാണ്. ഇനി കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവറും ഇട്ട് നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല സെറ്റപ്പായി ഇളക്കി ഇങ്ങനെ മാറ്റാം കേട്ടോ. അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത് കൊണ്ട് എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. തൈരാണ് ഇട്ട് കൊടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കി മാറ്റി വെച്ച്, ഇനി ഇവിടെ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 750 ഗ്രാം ചിക്കനുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചോറ്, ചപ്പാത്തി, അങ്ങനെയുള്ള എന്തിനു വേണമെങ്കിലും കഴിക്കാം. ഇതൊരു വെറൈറ്റിയിൽ ചെയ്യുന്നതാണ്. ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത്. പാൻ വെച്ച് കൊടുത്തു. വേറെ ഒരു കറിയും വേണ്ട. ഈ ചിക്കൻ ഫ്രൈ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്. ഇത് ഞാനും കക്കച്ചിയും തമ്മിലുള്ളൊരു പന്തയമായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും എന്നുള്ളൊരു പന്തയം. ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ തോറ്റുപോയി കേട്ടോ. കറിവേപ്പിലയാണ് വെളിച്ചെണ്ണയിൽ വെക്കുന്നത്. ഞാൻ തോറ്റുപോയി എന്നതാണ്. എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ അതിൽ തോറ്റുപോയി എന്നാണ്. ഇത് ചിക്കൻ പറക്കി അതിലോട്ട് വെച്ചെടുക്കണം. ഇനി ഇതിനെ ഫ്രൈ ആക്കണം കേട്ടോ. ചെറിയ തീ വെച്ച് അടച്ച് വെച്ചാൽ ഫ്രൈ ആവും. അങ്ങനെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഏതെല്ലാം രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ അരച്ചെടുത്ത മസാല എൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ എന്നിട്ട് ചിക്കൻ ഫ്രൈ ഇങ്ങനെ മുരിയുകയാണ് കൂട്ടുകാരി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടും. ഇലക്ഷൻ്റെ സംഭവമൊക്കെ അറിഞ്ഞതിൻ്റെ ഷോക്കിലും വിഷമത്തിലും ഒക്കെയാണ്. ചില കാര്യങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി, ചില കാര്യങ്ങൾക്ക് വിഷമവും തോന്നി, ചില കാര്യങ്ങൾക്ക് അത്യാവശ്യമായി പോയെന്നും തോന്നി. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഈ പൊതുജനമെന്ന് പറയുന്നത് അവർക്കെല്ലാം അറിയാം. ഒരു കഴുതയല്ല. അവർ പല രീതിയിലാണ് ഇതിനെ എടുക്കുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താണ് നടക്കേണ്ടത്, എന്ത് ഭരണ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്, ഭരണ തകർച്ചയാണോ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ നടന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും മാറിയാൽ ചിലർക്കൊക്കെ ഇവിടെ കൊള്ളാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതീവ വിഷമമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ അധികം ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളും ഓർക്കുമ്പോൾ വിഷമം തന്നെയാണ്. ആവേശഭരിതമായ രാഷ്ട്രീയമൊന്നും അല്ല കേട്ടോ. ആവേശം മാത്രം പോരാ.
അഴിമതിയും പാടില്ല. അത് ഇല വാട്ടിയെടുക്കുകയാണ്. നമുക്ക് ഇല വാട്ടിയെടുത്ത് ആ ഇലയിലോട്ടാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ പൊതിഞ്ഞ് 2 മണിക്കൂർ വെച്ചിട്ടെടുത്ത് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. തേങ്ങ ആണ് അരച്ചുകൊണ്ട് വന്നത്. തേങ്ങ അരച്ചെടുത്തതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ പാലൊന്നുമല്ല, നമ്മുടെ തേങ്ങ അരച്ചതാണ്. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് തേങ്ങ അരച്ചതാണ് കേട്ടോ. നല്ലോണം ഇളക്കി 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 ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനൊരു പ്രത്യേക മണം, പരിസരത്ത് ആൾ നിൽക്കാൻ പറ്റാത്ത മണമാണ് വന്നത് കേട്ടോ. നല്ലൊരു മണമായിരുന്നു. എന്നിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പോടെ ഒഴിച്ചു കൊടുത്തിട്ട് അതേ ഇലയിൽ വെച്ച് പൊതിഞ്ഞ്. ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ മനുഷ്യരോടും ഒരുപാട് സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ ആണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, നമുക്ക് വീഡിയോ ചെയ്തു തുടങ്ങി കുറേ പൈസ വേണം, അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ എഡിറ്റൊക്കെ ചെയ്ത് കാര്യമൊക്കെ ചെയ്തു വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു ആശ്വാസമായെന്ന് തോന്നി. പക്ഷെ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ കണ്ടൻറ്റ് കിട്ടുള്ളൂ. നമ്മൾ വീടിനകത്തിരുന്ന് എടുക്കുന്ന വീഡിയോകളാണ്. പലപ്പോഴും നമുക്ക് ആക്റ്റീവായി പോകാൻ പറ്റത്തില്ല. നമ്മളൊരു വീൽ ചെയർ പേഴ്സണാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്, അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ കൂടെ വരാൻ പറ്റണമെന്നില്ല. എല്ലായിടത്തും നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു. നീര.